ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ USSുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ USSന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പഠനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓരോ യൂണിറ്റായിട്ട് അല്ലെ സോഷ്യൽ സയൻസിലെ ഓരോ യൂണിറ്റായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് പരിചയപ്പെട്ടു പോകുന്നത്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നുള്ള സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ഒരു ചോദ്യം, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. വേദ പണ്ഡിതന്മാരുടെ പ്രാധാന്യം, സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളുടെ രചന, ദൈവത്തോടുള്ള വ്യക്തിപരമായ ഭക്തിയും സ്നേഹവും, ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. അപ്പം മക്കളെ, ഇതിൽ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഏതാണ്? നമുക്കറിയാം, അത് ഓപ്ഷൻ സി ആണ്. ദൈവത്തോടുള്ള വ്യക്തിപരമായ ഭക്തിയും സ്നേഹവുമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം സാമൂഹിക മാറ്റങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ, ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി, ബി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, താഴ്ന്ന ജാതിയിലുള്ളവരെ അടിച്ചമർത്തി, ഡി, സാമൂഹിക അസമത്വം വർദ്ധിപ്പിച്ചു. അപ്പോൾ അന്ന് ആ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി സ്പീഡപ്പായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെയാണ്? ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? കേരളത്തിലാണോ, തമിഴ്നാട്ടിലാണോ, കർണാടകയിലാണോ, അതോ ആന്ധ്രാപ്രദേശിലാണോ? ഉത്തരം തമിഴ്നാട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ആഴ്വാർമാരും അതേപോലെ നായനാർമാരും ഭക്തി പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാധ്യമം എന്തായിരുന്നു? 2 പേര് അല്ലേ? ആരൊക്കെയാണ്? ആഴ്വാർമാർ, അതേപോലെ ആണെന്ത് നായനാർമാർ. ഇവർ അവരുടെ ഭക്തി പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാധ്യമം ഏതാണ്? സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ, പ്രാദേശിക ഭാഷയിലുള്ള ഭക്തിഗാനങ്ങൾ, ശിലാശാസനങ്ങൾ, നാടകങ്ങൾ. എന്താണ്? അതെ, അവർ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പ്രാദേശിക ഭാഷയിലുള്ള ഭക്തിഗാനങ്ങളായിരുന്നു. ഓക്കെ, ദെൻ തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരത്തിന് ഏറ്റവും അധികം കാരണമായത് എന്തായിരുന്നു? 1, വേദപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ, 2, ആഴ്വാർമാരും അതേപോലെ നായനാർമാരും നടത്തിയ ദേശസഞ്ചാരവും ഭക്തിഗാനങ്ങളും, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പിന്തുണ, അതേപോലെ സാമൂഹിക രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ. എന്താണ് ശരിയുള്ള ഉത്തരം? യെസ്, ആഴ്വാർമാരും അതേപോലെ നായനാർമാരും നടത്തിയ ദേശസഞ്ചാരവും അതേപോലെ ഭക്തിഗാനങ്ങളുമാണ്. അപ്പോൾ ആഴ്വാർമാരും നായനാർമാരും നടത്തിയ ദേശസഞ്ചാരവും ഭക്തിഗാനങ്ങളുമാണ് എന്ത് ചെയ്തത്? തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കാൻ കാരണമായ ആ ഒരു കാര്യം. അടുത്ത ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇവിടെ നൽകിയിട്ടുള്ളവരിൽ ആരാണ് വിഷ്ണു ഭക്തർ? ഓക്കെ, വിഷ്ണു ഭക്തർ ആരാണ്? ആണ്ടാളാണോ, അപ്പരാണോ, സുന്ദരരാണോ, അതോ മാണിക്യ വാസകരാണോ? അപ്പോൾ ആരാണ് വിഷ്ണു ഭക്തർ എന്നറിയപ്പെട്ടത്? ഉത്തരം ആണ്ടാൾ. റെഡി? ദെൻ അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? വിഷ്ണു ഭക്തരെയാണ് ആഴ്വാർമാരെന്ന് വിളിക്കുന്നത്, ശിവഭക്തരെയാണ് നായനാർമാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ ആഴ്വാർമാരുടെ രചനകൾ തിരുമൊഴി എന്നറിയപ്പെടുന്നു, നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ബി ആണ്, ആഴ്വാർമാരുടെ രചനകൾ തിരുമൊഴി എന്നറിയപ്പെടുന്നു. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അതായത് ശരിയല്ലാത്ത പ്രസ്താവന. 8, ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഏതാണ് ചുവടെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത്? അപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിന് പ്രധാനമായിട്ട് കുറേ സവിശേഷതകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഉൾപ്പെടാത്ത സവിശേഷത നൽകിയിട്ടുള്ളവയിൽ കേട്ടോ? എ, പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ, സാമൂഹ്യ അനാചാരങ്ങളുടെയും അസമത്വങ്ങളുടെയും വിമർശനം, ജാതി വ്യവസ്ഥയുടെ കർശനമായ പാലനം, ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രോത്സാഹനം.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ജാതി വ്യവസ്ഥയുടെ കർശനമായ പാലനമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെച്ച് പോവാം. ദെൻ അടുത്തത്, അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ആരാണ്? 4 വ്യക്തികൾ: ശ്രീനാരായണ ഗുരു, ബസവണ്ണ, ചാണക്യൻ, അയ്യപ്പൻ തമ്പാൻ. അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ബസവണ്ണയാണ്. റെഡി, ഓക്കെ. ദെൻ അടുത്ത, അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? 3 പേർ എന്നുള്ള രീതിയിൽ കുറേ ആളുകളുടെ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവ പരിശോധിക്കുക. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. റെഡി, എന്താണ്? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയുമാണ് എന്ത് ചെയ്തത്? അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി. റെഡി, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറേ ആളുകളെ പേര് പറയുന്നുണ്ട്, കുറേ പുതിയ പുതിയ വാക്കുകളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അടുത്തത്, അനുഭവ മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ജാതി, മതഭേദം ഇങ്ങനൊന്നുമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചു. രാജാക്കന്മാരുടെ യോഗങ്ങൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു. സംസ്കൃത പഠന കേന്ദ്രമായിരുന്നു. യോദ്ധാക്കളെ പരിശീലിപ്പിച്ചിരുന്ന കളരിയായിരുന്നു. ഇതിൽ ഏതാണ് പ്രത്യേകത? അതെ, ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്തു? അനുഭവ മണ്ഡപത്തിൽ പ്രവേശനം അനുവദിച്ചു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ നിന്ന് ഉരുവെടുത്ത വാമൊഴി, ഓക്കെ, അല്ലെങ്കിൽ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ നിന്ന് ഉരുവെടുത്ത വാമൊഴി രചനകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? വാമൊഴി രചനകൾ കേട്ടോ. ഭജൻ എന്നാണോ, വചനങ്ങൾ എന്നാണോ, പദ്യങ്ങൾ എന്നാണോ, ഗദ്യങ്ങൾ എന്നാണോ? ഉത്തരം വചനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ശൈവം, വൈഷ്ണവം, വീരശൈവം, ബുദ്ധമതം. അപ്പോൾ ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം വീരശൈവം. ഓക്കെ. ദെൻ നോക്കുക അടുത്ത ഒരു ചോദ്യം. താഴെ പറയുന്നവയിൽ ബസവണ്ണ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തായിരുന്നു? ഓക്കെ, താഴെ പറയുന്നവയിൽ ബസവണ്ണ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? 4 കാര്യങ്ങൾ, 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അധികാരം, അസമത്വം, അനീതി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, അനീതി. സി, സ്വാതന്ത്ര്യം, അസമത്വം, സാമൂഹ്യനീതി. ഡി, സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ഇതിൽ ശരിയായുള്ള ഉത്തരം ബസവണ്ണ മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, അതേപോലെ സാമൂഹ്യനീതി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. ഹോംവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഇതിൻ്റെ ഉത്തരം. താഴെ പറയുന്നവയിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? 1, ജാതി വ്യവസ്ഥയെ എതിർക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, വേദങ്ങളുടെ പ്രാമാണികത പരിശോധിക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക, ഡി, ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. സോ അതുവരെ, സി യു, ദെൻ ബൈ.